മയക്കം വിട്ട് എഴുന്നേറ്റെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ എനിക്കത് നേരിട്ട് തന്നെ കാണണം. അവളുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്കെൻ്റെ ചിന്നു രക്ഷപ്പെട്ടെന്ന് എനിക്കൊരു വിശ്വാസം വരും. മനുഷ്യത്വം എന്നൊരു സാധനമുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമുള്ളതാ. മൃഗങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല. നീ ഒരു മനുഷ്യ സ്ത്രീ ആണെന്നാണ് എന്റെ വിശ്വാസം. എന്തു പറ്റി? ഇപ്പോ ആ വിശ്വാസം എല്ലാം തകർന്നു പോയോ? അതെ, നിനക്കിപ്പം മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശമ്പളം വാങ്ങിക്കൊണ്ടാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നമ്മുടെ ജോലിക്കാര് പട്ടിണി കിടക്കണമെന്ന് നീ വാശി പിടിക്കുന്നത് വളരെ മോശമാണ്. അത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. ചിന്നു ആശുപത്രിയിൽ നിന്ന് സുഖപ്പെട്ട് ഇറങ്ങുന്നത് വരെ അവൾക്കും അവളുടെ അമ്മയ്ക്കും 3 നേരമുള്ള ഭക്ഷണം ഈ വീട്ടിൽ നിന്ന് ചന്ദ്രലേഖ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒരു കാര്യത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടും വരാതെ നീ തന്നെ നോക്കണം. ഇവിടുത്തെ അടുക്കള കാര്യങ്ങൾ നോക്കാൻ നീലിമയും മോളുമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞത് വേണം ഇവിടെ നടക്കാൻ. ഇപ്പോഴും ഈ വീട്ടിലെ ഗൃഹനാഥൻ ഈ ജയരാമൻ തന്നെ. ജയേട്ടന് ഇവർക്കൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. സഹാനുഭൂതിയും ദയയെല്ലാം ഇവര് ദുരുപയോഗം ചെയ്യുക. അവസാനം ഇവരുടെ സഹായത്തിനായിട്ട് നിങ്ങൾ കൈനീട്ടി നിൽക്കേണ്ടി വരും. അത് മറക്കരുത്. നിന്റെ ഉപദേശം കേട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരുമ്പോ ഞാൻ അറിയിക്കാം. നീലിമയ്ക്ക് എന്തെങ്കിലും ചെവിട്ടിൽ ഓതാനുണ്ടെങ്കിൽ ഇവളുടെയും നിന്റെ കെട്ടിയോന്റെയും ചെവിട്ടിൽ മതി. എന്നോട് വേണ്ട. വേലക്കാരുടെ സുഖവിവരങ്ങൾ മാത്രം തിരക്കുന്നതല്ല ഒരു ഗൃഹനാഥന്റെ ജോലി. സ്വന്തം വീട്ടിൽ സ്വന്തം മകന്റെ വിവാഹ നിശ്ചയം എന്ന ചടങ്ങ് നടക്കാൻ പോകുന്നു. അതിന്റെ ചുമതലകൾ കൂടി വേണ്ട വിധത്തിൽ നോക്കി നടത്താനുള്ള ശുഷ്കാന്തി കാണിച്ച കൊള്ളാം. അതൊക്കെ നോക്കിയും കണ്ട് ചെയ്യാൻ നിന്റെ ഭദ്രേട്ടനുണ്ടല്ലോ. നീ പറയുന്നതെല്ലാം അനുസരിക്കുന്നവനാണല്ലോ അവൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ അവനോട് പറഞ്ഞാൽ മതി. അവൻ നോക്കിക്കോളൂ. ജയേട്ടൻ ഇപ്പൊ നല്ല വ്യത്യാസം കാണാനുണ്ട്. രമേശ് പറയുന്നതെല്ലാം വേദവാക്യം പോലെ കരുതിയിരുന്ന ഏട്ടൻ ഇപ്പൊ തർക്കുത്തരം പറയാൻ തുടങ്ങിയിരിക്കുന്നു. രമേശിയുടെ തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കാൻ തുടങ്ങിയിരിക്കുക. അതെ, തലയണ മന്ത്രം. കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നോക്കിയ രമേശിക്ക് കൊള്ളാം. അങ്ങനെ നോക്കേണ്ടത് ഞാനല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. എന്റെ പിടിവിട്ട് ഒരില പോലും ഇവിടെ അനങ്ങില്ല. ഇപ്പൊ തന്നെ മഹിയെ ഞാൻ നിലയ്ക്ക് നിർത്തിയില്ലേ? അത്രേ ഉള്ളൂ ഇവിടുള്ള ഓരോരുത്തരുടെയും കാര്യം. മോളെ, നമുക്കേ ഈ ഇളക്കങ്ങ് ശീലമാക്കാം. എനിക്കെൻ്റെ ചിന്നുവിനെ കാണണം. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അവൾ മയക്കം വിട്ട് എഴുന്നേറ്റെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ എനിക്കത് നേരിട്ട് തന്നെ കാണണം. അവളുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്കെൻ്റെ ചിന്നു രക്ഷപ്പെട്ടെന്ന് എനിക്കൊരു വിശ്വാസം വരും.
അമ്മ, ഞാൻ ചിന്നു കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. മഹി ഇന്നേ വരെ എനിക്ക് നൽകിയ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഒരു കാര്യത്തിനും എനിക്ക് എതിര് നിന്നിട്ടുമില്ല. പക്ഷേ ഇന്നവന്റെ മുഖത്ത് കണ്ട ഭാവം ചിന്നുവിന് വേണ്ടി അവൻ ആരെ വേണമെങ്കിലും എതിർക്കും എന്നതാ. ചിന്നുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു പക്ഷേ അവൻ എന്നെ ധിക്കരിച്ച് ചിന്നുവിനെ കാണാനായി ഇവിടുന്ന് പോകാനും സാധ്യതയുണ്ട്. മഹി, 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 നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നോട് ഇവിടുന്ന് അങ്ങോട്ടും പോയതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ പോരാ. ഇന്നത്തെ സംഭവങ്ങളിൽ നിനക്കെന്നോട് വിഷമം തോന്നിയേക്കാം. പക്ഷേ ഒരു ദിവസം നീ തിരിച്ചറിയും എല്ലാം നിന്റെ നല്ലതിനായിരുന്നു എന്ന്. മോൻ റെസ്റ്റ് എടുക്ക്. കുറച്ച് ദിവസം ഊണും ഉറക്കമൊന്നുമില്ലാതെ ഓടി നടന്നതല്ലേ, ഹോസ്പിറ്റലിൽ കാവല് കിടന്നതല്ലേ. അതിന്റെ ക്ഷീണം തീരട്ടെ. അമ്മേ, ഞാൻ ഈ മുറി തന്നെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി മാത്രം അമ്മ വന്നതാണല്ലേ? ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. അത് ആരെയും ഒരിക്കലും വിശ്വസിക്കരുതെന്ന.